പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് ദുഃഖശനിയാഴ്ച. ഓരോ മനുഷ്യനും മാമോദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട ആ മാമോദീസയുടെ വ്രതം വീണ്ടും നവീകരിക്കപ്പെടുന്ന ദിവസമാണല്ലോ ദുഃഖശനിയാഴ്ച. പാപകരമായ ജീവിതം നയിച്ച മനുഷ്യനെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരി മലയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുന്നോടിയായി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്ത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്ക്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്ക്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ആഹ്വാനം അനുസരിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശിഷ്യന്മാരെ വചനപ്രഘോഷിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനത്തിൽ 3000-ഓളം പേർ മാമോദീസ സ്വീകരിച്ച് ഒറ്റ ദിവസം തന്നെ പത്രോസിനോട് കൂടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ മാമോദീസായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് എല്ലാവരും, പ്രത്യേകിച്ചും ദുഃഖശനിയാഴ്ച ഓരോ ദേവാലയത്തിലും അനുസ്മരിക്കപ്പെടുക. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനായിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം എല്ലാവരും അവനോടൊത്ത് സംസ്കരിച്ചു. യേശു പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് നമ്മൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റത്. പ്രിയ സഹോദരങ്ങളെ, ഈ ദുഃഖശനിയാഴ്ച യഥാർത്ഥത്തിൽ മാമോദീസ എന്ന കുദാശയിലൂടെ ഒരു പുതിയ ജനനം, ഒരു പുതിയ മനുഷ്യനായി ഒരു വ്യക്തി മാറ്റപ്പെട്ട ദിവസമാണ്. തിരുസഭയിലെ അംഗമായി മാറ്റപ്പെടുന്ന ഓരോ വ്യക്തിയും മാമോദീസ എന്ന കുദാശയിലൂടെ ഒരു പുതിയ വ്യക്തിയായി മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനായിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദുഃഖശനിയാഴ്ചയും വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനം വീണ്ടും നവീകരിക്കപ്പെടുന്ന ദിവസം യേശുക്രിസ്തുവിനോടുകൂടെ ഓരോ മനുഷ്യനും പുനരുദ്ധാനം ചെയ്യുകയാണെന്നുള്ള സത്യം ഓരോ മക്കളും തിരിച്ചറിയണമേ. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ പറയണ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ റോമാക്കാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ഗലാത്യക്കാർക്ക് ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? അത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാലത്തെ ഗുണമെന്താണ്? നാം അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല.
എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്നും മോചനം നൽകുന്ന കൂദാശയാണ് മാമോദിസ. ഈ മാമോദിസ എന്ന കൂദാശ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ശിക്ഷാവിധി ഇല്ല എന്നത് വളരെ സത്യമാണ്. ഇത് സഭയും പരിശുദ്ധാത്മാവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശിക്ഷാവിധിയിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മാമോദിസ സ്വീകരിച്ച വ്യക്തികളെ നോക്കിക്കൊണ്ട് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളുമാണ്. റോമാലേഖനം 11-ാം അധ്യായം വായിച്ചാൽ നമുക്ക് 17 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാട്ടലുവിൻ്റെ മുളയായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് ഒരു നാട്ടൊലുവിൻ്റെ ശിഖരത്തോട് അല്ലെ നാട്ടൊലുവിനോട് നിന്നെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു. ഇന്ന് നാട്ടൊലിവിൻ്റെ വേര് വലിച്ചെടുക്കുന്ന ജീവരസം പറ്റി പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന നാട്ടൊലിവിലേക്ക് കാട്ടൊലിവിൻ്റെ മുളയായ നമ്മെ ഓരോരുത്തരെയും മാമോദിസ എന്ന കൂദാശയിലൂടെ മുറിച്ചെടുത്ത് ഒട്ടിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12:27 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇത് ഈശോ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ ശാഖകളുമാണ്. യേശുക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയായി നാം ഓരോരുത്തരും മാറ്റപ്പെട്ടത് മാമോദിസ എന്ന കൂദാശയിലൂടെയാണ്. ആ മാമോദിസ എന്ന കൂദാശയുടെ നവീകരണം വിശ്വാസത്തോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദുഃഖശനിയാഴ്ച തിരുസഭയിൽ ജ്ഞാനസ്നാന വ്രതം വീണ്ടും ഏറ്റുചൊല്ലി അതിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ദുഃഖശനിയുടെ എല്ലാവിധ നന്മകളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.